നമ്മൾ ഈ മതേതരത്വം നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ജനാധിപത്യത്തിനെതിരെ മതാധിപത്യം വരാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന, ഉയർന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടുന്ന, ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ അനിവാര്യമായിരിക്കുന്നത്. ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ കാറുകളിലും ബൈക്കുകളിലും എത്തിയ ഒരു സംഘം യുവാക്കൾ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ആക്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ട സ്വദേശികളായ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നറിയുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 12:30 പള്ളിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുരിശടിയിലും മൈതാനത്തും 15ഓളം വരുന്ന സംഘം വാഹന അഭ്യാസ പ്രകടനം നടത്തിയതിനെതിരെ ഫാദർ ജോസഫ് ആറ്റുചാൽ ചോദ്യം ചെയ്തു, തടഞ്ഞു. അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. വൈദികനും പള്ളി അധികാരികൾക്കും നേരെ സംഘം അസഭ്യവർഷം ചൊരിയുകയും കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു. പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അമിത വേഗത്തിൽ കാർ ഓടിച്ച് വൈദികനെ ഇടിച്ചു വീഴ്ത്തി. സാരമായി പരിക്കേറ്റ ഫാദർ ജോസഫ് ആറ്റുചാലിനെ ചേർപ്പുങ്കൽ മാർസ്ലീവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നോമ്പുകാല ആരാധന തടസ്സപ്പെടുത്തുകയും വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പാലാ രൂപതയും പൂഞ്ഞാർ സെന്റ് മേരീസ് ഇടവകയും ശക്തമായി പ്രതിഷേധിച്ചു. പാലാ ഡിവൈഎസ്പി PK സദൻ, ഈരാറ്റുപേട്ട SHO, അതുപോലെ ഇവരൊക്കെ നേതൃത്വത്തിൽ പോലീസ് പള്ളിയിൽ എത്തി അന്വേഷണം ആരംഭിച്ചു. വിഷയം ഇതൊന്നുമല്ല. ആരാണ് 6 പ്രതികൾ? 50ഓളം ആളുകൾ കാറിലും ബൈക്കുകളിലുമായി പള്ളി കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറി അതിക്രമിച്ചെത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് വൈദികരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തതിൽ ആരും കണ്ടില്ല. അവിടെ CCTV ഉണ്ടായിരുന്നില്ല. 6 പ്രതികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാരോടാ ഇവർ പറയുന്നത്? പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് തിരിച്ചറിയേണ്ടുന്ന സമയമാണിത്. ഹിന്ദുക്കളെ ഇവർ ആക്രമിച്ചപ്പോൾ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി, അമ്പലനടയിൽ കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതികരിക്കാനുണ്ടായിരുന്നോ? മതേതര മലയാളിക്കര ഒറ്റയർത്ഥത്തിൽ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ഏത് നിലപാടാണ് സ്വീകരിച്ചത്? അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കിയപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പാലാ ബിഷപ്പിന്റെ നാക്കും തലയും വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? പള്ളിയിലെ നിരീക്ഷണ ക്യാമറകൾ സംഭവ സ്ഥലത്ത് ഓഫായിരുന്നെന്ന് പോലീസ് പറയുന്നു. എന്തേ ആ സമയത്ത് മാത്രം ഓഫായി കിടക്കുന്നത്? അതേസമയം അക്രമി സംഘം എത്തിയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ പോലീസിന് നാട്ടുകാർ കൈമാറിയിട്ടുണ്ട്. എന്നിട്ടും പ്രതികളുടെ പേര് പറയാൻ പോലീസിന് ധൈര്യമില്ല. പള്ളി അങ്കണത്തിൽ അതിക്രമിച്ചു കടക്കുകയും വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവം അറിഞ്ഞ് ആയിരക്കണക്കിന് വിശ്വാസികളും രൂപതയിലെ നിരവധി വൈദികരും സന്യസ്തരും പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. വൈകുന്നേരം പൂഞ്ഞാർ ടൗണിലേക്ക് പ്രതിഷേധ റാലിയും തുടർന്ന് പള്ളി അങ്കണത്തിൽ യോഗവും ചേർന്നു. അറസ്റ്റിലായവരുടെ പേര് വിവരങ്ങൾ പോലീസ് വെളിപ്പെടുത്തുന്നില്ല. എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ചോദ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ മതേതരത്വം നഷ്ടപ്പെടാതിരിക്കാൻ, ഈ ജനാധിപത്യത്തിനെതിരെ മതാധിപത്യം വരാതിരിക്കാൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന, ഉയർന്ന രൂപത്തിൽ ചിന്തിക്കേണ്ടുന്ന, ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ അനിവാര്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഓണത്തിനാണ് ഓണപ്പുടവ എന്ന് പറയുന്ന വാക്യം ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നന്ദി.